സ്പിരിറ്റ് ഓഫ് ജലസിയിൽ നിന്ന് വരുന്ന ഫൈനൽ റിസൾട്ട് ആണ് കൊലപാതകം. സ്പിരിറ്റ് ഓഫ് ജലസി ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യും. പക്ഷെ ഇവന്റെ ഫൈനൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് കൊലപാതകം. അസൂയയുടെ ആത്മാവ് കൈയിന്റെ അകത്ത് കയറിക്കൂടി. അവസരങ്ങൾ ഒരുപാട് ലഭിച്ചു. അവസരങ്ങളെല്ലാം തക്കത്തിൽ വളരെ തന്ത്രപരമായിട്ട് കൈയിൽ ഉപയോഗിച്ച് ഇവനെ വയലിലേക്ക് കൊണ്ടുപോയി. വയലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ കൊന്നുകളഞ്ഞു. അവിടെ ഈ സ്പിരിറ്റ് ഓഫ് ജലസിയുടെ ആദ്യത്തെ വർക്കൗട്ട് ഫിനിഷ് ആകുക. അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ക്ലാസ് 3 നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന ഏതാ? അസൂയയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ജലസി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. സ്പിരിറ്റ് ഓഫ് ജലസി എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. പക്ഷെ എന്താ തന്ത്രമെന്ന് ഇതുവരെ ആയിട്ടും ദൈവജനത്തിന് അറിയത്തില്ല. സ്തോത്രം. ആ തന്ത്രങ്ങളാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ സ്പിരിറ്റ് ഓഫ് ജലസി ഏതൊക്കെ മേഖലകളിലാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് അതിന്റെ പ്രവർത്തനങ്ങൾ. 1, മർഡർ, കൊലപാതകം. ദ സ്പിരിറ്റ് ഓഫ് ജലസിയിൽ നിന്ന് വരുന്ന ഫൈനൽ റിസൾട്ട് ആണ് കൊലപാതകം. സ്പിരിറ്റ് ഓഫ് ജലസി ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇവന്റെ ഫൈനൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് കൊലപാതകത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? കൊലപാതകമാണ് ഇവന്റെ ലക്ഷ്യം. കൊലപാതകത്തിലാണ് ഇവന്റെ ഫൈനൽ റിസൾട്ട് വെളിപ്പെടുന്നത്. പക്ഷെ ചിലതൊന്നും കൊലപാതകം വരെ എത്താറില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും സുവിശേഷകന്റെ സുവിശേഷത്താൽ അവൻ മാനസാന്തരപ്പെട്ട് പുറകോട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഒരു സഭയുടെ കൂട്ടായ പ്രാർത്ഥനയിൽ ചിലത് കൊലപാതകത്തിൽ എത്തത്തില്ല. പിശാചിന്റെ ഫൈനൽ വർക്കിലേക്ക് അവന് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വണ്ണം നമ്മുടെ പ്രാർത്ഥനകൾ അതിന്മേലൊരു ഫലമായി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിന് തടസ്സമായി നിന്ന് അതിനെ മുമ്പോട്ട് കൊണ്ടുവരും. അപ്പൊ സ്പിരിറ്റ് ഓഫ് ജലസിയുടെ കൃത്യമായ വർക്കിന്റെ ഫലം എന്താണ്? കൊലപാതകമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. പ്രസാദിച്ചു, പ്രസാദിച്ചില്ല. ഏറ്റവും കോപമുണ്ടായി. അവന്റെ മുഖം പാടി എന്നാറെ കൈയിനോട് എന്തിന് ഇല്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഹാബെലിനോട് പറഞ്ഞു. ഇരിക്കുമ്പോൾ കയർത്ത് അവനെ കൊന്നു. എവിടും തുടങ്ങി? അസൂയയിൽ തുടങ്ങി അവസാനം കൊലപാതകത്തിൽ എത്തി. അവിടെ വ്യാപരിച്ച സ്പിരിറ്റിന്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ജലസി. സ്തോത്രം. അസൂയയുടെ ആത്മാവ് കൈയിന്റെ അകത്ത് കയറിക്കൂടി. അവസരങ്ങൾ ഒരുപാട് ലഭിച്ചു. ആ അവസരങ്ങളെല്ലാം തക്കത്തിൽ വളരെ തന്ത്രപരമായിട്ട് കൈയിൽ ഉപയോഗിച്ച് ഇവനെ വയലിലേക്ക് കൊണ്ടുപോയി. വയലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ കൊന്നുകളഞ്ഞു. അവിടെ ഈ സ്പിരിറ്റ് ഓഫ് ജലസിയുടെ ആദ്യത്തെ വർക്ക് അവിടെ ഫിനിഷ് ആകുക. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പിശാച് ജയിക്കുകയാ. സ്തോത്രം. ഒന്നാമത്തതിൽ പിശാച് ജയിച്ചു. ഏതെനിൽ ഈ കൈയിന്റെ അപ്പനും അമ്മയും ആദാമിനെയും ഹവ്വയെയും പാപത്തിൽ വീഴ്ത്തിപ്പിച്ചു പിശാച് അവിടെ ജയിച്ചു. സ്തോത്രം. രണ്ടാമത്തതിൽ ആദ്യത്തെ പുരുഷ പ്രജയായിരിക്കുന്ന കൈയിനെ വീണ്ടും പാപത്തിൽ കൊണ്ട് തള്ളിയിട്ട് പിശാച് അവിടെ ജയിക്കുകയാ. ഇതിന് അവസാനത്തത് എന്തായി പോയി? മർഡറാണ്, കൊലപാതകമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിന്റെ മുഖം വാടി. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരണം. മനസ്സിലാകത്തോണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് നമ്മുടെ മുഖം വാടുന്നുണ്ടെങ്കിൽ ഇവൻ അടുത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്പിരിറ്റ് ഓഫ് ജലസി അടുത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നമ്മുടെ സഹോദരനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, സഹോദരിയോട് സംസാരിക്കുമ്പോൾ, കൂടപ്പറപ്പിനോട്, മാതാപിതാക്കളോട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു മുഖം വാടൽ വരുന്നുണ്ടെങ്കിൽ, സ്തോത്രം. അതുപോലെ തന്നെ കയ്യിൽ കയർത്തു എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നാം കയർക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്പിരിറ്റ് ഓഫ് ജലസി
ഒരു ഹ്യൂമൻ ബോഡി സെലക്ട് ചെയ്തിട്ട് അതിന്റെ പുറകിൽ ഇവൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്വതന്ത്രം എങ്ങനെയാണെന്നറിയാമോ? ഇതിനെ അങ്ങ് മൂപ്പിച്ച് സമയം കിട്ടുമ്പോൾ ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനു വേണ്ടിയിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പം ദൈവമക്കളായ നമ്മുടെ അകത്തേക്ക് ഇവൻ ഇങ്ങനെ നുഴഞ്ഞു കയറും. ആമേൻ. നുഴഞ്ഞു കയറും. ഈ നുഴഞ്ഞു കയറുന്നതാണ് അറിയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നുഴഞ്ഞു കയറും അറിയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കേറിയേച്ച് ഇവൻ നമ്മുടെ മൈൻഡ് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ചിന്തകളെ ഇവനായിരിക്കും പിന്നെ ചിന്തിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ ചിന്തിപ്പിക്കും. ഓ കൊള്ളാലോ, എന്തോ അവൾ ഇന്നലെ എന്നോട് പറഞ്ഞത്, എന്താ അവൻ എന്നോട് പറഞ്ഞത്, അവൻ അങ്ങനെയൊക്കെ എന്നോട് പറയാൻ പാടൂ, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് അങ്ങനെ പറയാൻ പാടൂ, ഇവൻ ഇങ്ങനെ എന്നോട് ഇടപെടാൻ പാടൂ, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെ ഉള്ള ഓരോ ഡയലോഗുകൾ നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നവൻ കേൾക്കുമ്പോൾ അവനും നമ്മളും തമ്മിൽ ഒരു തെറ്റ് വരും. ഈ തെറ്റിൽ കൂടെ ഇതെല്ലാം ഈ സ്പിരിറ്റ് ഓഫ് ജലസിയുടെ പ്രവർത്തനമാണ്. സ്തോത്രം. നമ്മൾ ദൈവമക്കൾ ഇവനെ നമ്മുടെ ദേഹത്ത് വാഴിക്കരുത്. സ്തോത്രം. ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്, ഇത് യേശുവിന്റെ മന്ദിരമാണ്. ഇതിനകത്ത് വാഴിക്കരുത്. പിന്നെ ഇതിനകത്ത് ആരെ വാഴിക്കണം? യാക്കോബ് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചാട്ടെ. ലോകസ്നേഹം ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ എല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തെ സ്നേഹിക്കാൻ ഒരു ദൈവ പൈതൽ പോകുന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഡെഫിനറ്റ്ലി അവൻ ദൈവത്തിന്റെ ശത്രുവ. ലോകത്തെ സ്നേഹിക്കാൻ, ലോകത്തിനുള്ളതിനെ മോഹിക്കാൻ, ലോകത്തിനുള്ളതിന് വേണ്ടിയിട്ട് അധികം യാചിക്കാൻ, അധികം ആവശ്യപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ ദൈവത്തിന്റെ ശത്രുവ. മോഹം, കലഹം, ശണ്ട, കൊലപാതകം, ഇതെല്ലാം കൊലപാതകത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന ഒരു പിശാചിന്റെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ട് വർക്കാണ് അത്. സ്തോത്രം. അത് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിനകത്ത്, അപ്പൻ മക്കളുടെ ജീവിതത്തിനകത്തേക്ക് ഇതിങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ, സഭയ്ക്കകത്തോട്ട് വരുവാണെങ്കിൽ, നമ്മൾ അപ്പം മനസ്സിലാക്കണം ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ജലസി ആണ്. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് വിജയത്തോടെ മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറാകണം. സ്തോത്രം. വായിച്ച 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിട്ടില്ല. നിത്യജീവൻ എന്ന് പറയുന്ന യേശു ക്രിസ്തു ഇല്ല. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടി അങ്ങ് എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അപ്പൊ നിത്യജീവ മൊഴികൾ ഉള്ളത് ക്രിസ്തുവില്ല. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്ന യേശു ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മിൽ പാപം ഉണ്ടാകരുത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പാപത്തെ നീക്കിയേ അവൻ വസിക്കത്തുള്ളൂ. പാപിയെ സ്നേഹിക്കുന്നവനാ, പാപത്തെ സ്നേഹിക്കുന്നവനല്ല യേശു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. പാപിയെ സ്നേഹിക്കും. പാപിയെ സ്നേഹിക്കുമ്പോൾ പാപത്തെ മാറ്റി അതിന്റെ അകത്ത് അവൻ വസിക്കാൻ വേണ്ടിയാ പാപിയെ സ്നേഹിക്കുന്നത്. സ്തോത്രം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം. പഴയ നിയമത്തിൽ ഫിസിക്കലി ഡയറക്ട്ലി കൊല്ലണമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഹൃദയത്തിനകത്ത് അവനെ പകച്ചാൽ മതി. സ്തോത്രം. കൊലപാതകമാ എന്ന് പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ജലസി ആമേൻ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ കൊന്ന് കളയണമായിരുന്നു അവന്റെ വർക്ക് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട്. പുതിയ നിയമത്തിൽ സ്പിരിറ്റ് ഓഫ് ജലസിക്ക് കുറച്ചുകൂടെ വർക്ക് സിമ്പിളാ. കാരണം ആമേൻ യേശു കർത്താവ് പറഞ്ഞു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. അങ്ങനെയാണെങ്കിൽ കൂടപ്പറപ്പിനെ, നേരത്തെ നമ്മുടെ ദാനി പറഞ്ഞ വാക്യം ഇതിനകത്ത് എടുത്തിടുക ഞാൻ. സ്തോത്രം. അത് നല്ലൊരു ആത്മീക ദൂതാണ്. സ്തോത്രം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സ്തോത്രം. എന്നാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ജലസി. ഹല്ലേലൂയ.
അവൻ കയീനെ ഹാബേലിനെ ഒരുമിച്ച് വസിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല. എത്രയോ കുടുംബങ്ങൾ ഏശാവിനെ യാക്കോബിനെ ഒരുമിച്ച് വസിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല. കുടുംബങ്ങളിലെ കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ സഭയ്ക്കകത്ത് ഒരുമിച്ച് വസിപ്പിക്കുവാൻ സാധിപ്പിക്കാതെ പ്രവർത്തിക്കുന്ന ജോലിയാണ് സ്പിരിറ്റ് ഓഫ് ജലസിയുടേത്. നമ്മളിത് തിരിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് പെട്ടെന്നൊരു വഴക്ക് വരികയാണെങ്കിൽ, നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് പെട്ടെന്ന് കോപം വരികയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കണം സ്പിരിറ്റ് ഓഫ് ജലസി എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിച്ച് മുൻപോട്ട് ജയമെടുത്തു പോകണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില കെട്ടുകളുണ്ട്. ഈ കെട്ടുകൾ നമുക്ക് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റു പലരുടെയും ജീവിതത്തിൽ എഫക്ട് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നത്, നാം നമ്മെ തന്നെ ആദ്യം ക്രമീകരിക്കണം. സ്തോത്രം. നമ്മെ തന്നെ ക്രമീകരിച്ച് കഴിയുമ്പോൾ സ്തോത്രം, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഏതാണോ അതിനകത്ത് വിടുതൽ നടക്കും. സ്തോത്രം. ഈ പക വരുന്നത് എവിടെ നിന്നാണ്? സ്പിരിറ്റ് ഓഫ് ജലസി. പകയ്ക്കുന്നതും പക വരുന്നതും സ്പിരിറ്റ് ഓഫ് ജലസിയ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്തോട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരുത്തനെ നമ്മൾ പകയ്ക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാപിയാണെന്ന് വിചാരിച്ച് അവനെ പകയ്ക്കരുത്, വ്യഭിചാരിണിയാണെന്ന് വിചാരിച്ച് അവളെ പകയ്ക്കരുത്. ദൈവമക്കളായ നമ്മൾ ചെയ്യാത്ത ഏർപ്പാടുകൾ ചെയ്യുന്ന ആരെങ്കിലും നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ കാണാൻ അയ്യേ എന്ന് പറഞ്ഞ് പകയ്ക്കരുത്. മറിച്ച് അവനെ ചേർത്ത് നിർത്തി ക്രിസ്തു എന്ന വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ നിന്നിൽ കൃപയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പകച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വിശുദ്ധനായി എന്നല്ല. അതിന്റെ അർത്ഥം സ്പിരിറ്റ് ഓഫ് ജലസി നമ്മളെ കൊണ്ട് പകപ്പിച്ചു എന്നാണ്. ചിലർക്കൊണ്ട് സ്വന്തം കറുത്തവരൊന്നും വെളുത്തവരൊന്നും വേർതിരിക്കുന്നവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജാതിയും മതവും നോക്കി വേർതിരിക്കുന്നവരുണ്ട്. വേർതിരിവ്, പകയ്ക്കല്, ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധനായി, ഞാൻ വിളങ്ങി നിൽക്കുകയാ, ഞാൻ വേർപെട്ടവനാ എന്ന ചിന്ത അകത്ത് കയറുന്നുണ്ടെങ്കിൽ നീ വിശുദ്ധനല്ല, മറിച്ച് നിന്നെ കൊണ്ട് സ്പിരിറ്റ് ഓഫ് ജലസി അത് ജയിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടം ഉണ്ടെന്ന്. ഇന്ന ആൾക്കാരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അടുപ്പിക്കരുത് കേട്ടോ. അവരടുപ്പിക്കരുത്. അങ്ങനെ അടുപ്പിക്കാൻ പാടില്ല. അന്ന് വന്നു കഴിഞ്ഞ് വീട്ടിൽ കയറിയ മുടിഞ്ഞു പോകും, അവനൊന്ന് വീട്ടിൽ കയറ്റരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവനായിട്ടൊന്ന് കൂട്ടുകൂടരുത്. അവനെയൊക്കെ അടുപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിന്റെ കാര്യം പോക്ക. സ്തോത്രം. അവൻ ഇങ്ങനെ പൈസ കടം ചോദിച്ചുകൊണ്ടിരിക്കും, അവനെ ഒന്നും കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. നിനക്ക് ആരെയും പകയ്ക്കാൻ പ്രമാണമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് ആരും പകയ്ക്കാൻ പ്രമാണമില്ല. പകയ്ക്കിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിരിറ്റ് ഓഫ് ജലസിയ. അടുത്തത്, രണ്ടാമത്തത് ഇവന്റെ മെയിൻ വർക്ക്, റിവെഞ്ച് ആൻഡ് സ്പൈറ്റ്. പ്രതികാരവും വെറുപ്പുമാണ് ഇവന്റെ അടുത്ത തന്ത്രം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രതികാരം ചെയ്യരുത്, പകയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രതികാരം ചെയ്യാൻ നമ്മുടെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം കയറി വരുന്നുണ്ടെങ്കിൽ, സ്തോത്രം, അത് ഹോളി സ്പിരിറ്റ് അല്ല, സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആരാധനയ്ക്ക് വന്നതുകൊണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട്, കൈയടിച്ചത് കൊണ്ട്, ഉപവസിച്ചത് കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. പ്രതികാരം ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആഗ്രഹം നിങ്ങൾക്ക് നൽകി തരുന്നത്, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് അല്ല, ദാറ്റ് ഈസ് സ്പിരിറ്റ് ഓഫ് ജലസി. ഹല്ലേലൂയ. പക വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. പക വെച്ചുകൊണ്ട് നടത്തിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുന്നതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു വിഷയത്തിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരികയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് മാറാം. സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എന്റെ കർത്താവേ, സ്തോത്രം. വ്യക്തികളിൽ, ദൈവമക്കളിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ, ഹല്ലേലൂയ, പക വെച്ചുകൊണ്ട് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിപ്പിക്കാതെ പക വെപ്പിക്കുന്ന പൈശാചിക പോര്, സ്പിരിറ്റ് ഓഫ് ജലസി, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവന്റെ ഇരിപ്പിടം വിട്ട് മാറിപ്പോകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അവന്റെ ഇരിപ്പിടം വിട്ട് ഓടിപ്പോകട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഏത് മൺകൂടാരത്തിലാണോ കുടിയിരിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നത്, അവന്റെ ആഗ്രഹം വിഫലമായി പോകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, ജയമെടുക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. അപ്പൊ വഴക്ക് പകയിൽ നിന്ന് വരുന്നതാണ്,
പക അസൂയയിൽ നിന്ന് വരുന്നതാണ്. സ്പിരിറ്റ് ഓഫ് ജലസിയിൽ നിന്നാണ് പക വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണെന്നറിയാമോ? എനിക്ക് 2 വീട് കിട്ടണമേ, ഒരു കാറ് വാങ്ങിക്കണമേ, എന്റെ നാളത്തെ അടവ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി തരണമേ എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മെയിൻ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിനകത്ത് സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഹിന്റെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ, എന്റെ വൈഫിന്റെ, എന്റെ മക്കളുടെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ജലസി ആണ് എങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അത് എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സ്തോത്രം. അതെന്റെ സഭയിൽ നിന്ന് വിട്ടുമാറട്ടെ, അതെന്റെ ദേശത്ത് നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളിൽ ദൈവം നിയോഗം നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയെല്ലാം കർത്താവ് നൽകി തരും. സ്തോത്രം. ബാക്കി വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കണം. പക്ഷേ കളയേണ്ടതിനെ കളഞ്ഞാലേ വിടുതൽ പ്രാപിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്സ് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. എവിടെയാണോ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. സദൃശവാക്യം 20:22. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കാവൻ നിന്നെ രക്ഷിക്കും. ദോഷത്തിന് പ്രതികാരം ചെയ്യുവാൻ നമുക്ക് പ്രമാണമില്ല. സ്തോത്രം. അങ്ങനെ ഒരുത്തനോട് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിന് നമ്മൾ പ്രതികാരം ചെയ്യണമെന്ന് നമ്മുടെ അകത്ത് ആഗ്രഹം തോന്നിപ്പിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. സദൃശവാക്യം 24:29 വായിച്ചേ. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്ന് കൊടുക്കുമെന്ന് നീ പറയരുത്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ തിരിച്ചും ചെയ്യുമെന്ന് നീ പറയരുത്. അങ്ങനെ ഒരു ചിന്ത നിന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കൊണ്ടു തരുന്നുണ്ടെങ്കിൽ, ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം സ്പിരിറ്റ് ഓഫ് ജലസി പുറകിൽ വർക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവവൈതലിന് പറ്റത്തില്ലെന്ന്. സ്തോത്രം. ഇങ്ങനെ വേർപെട്ട ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, ഇതിനെ വേർപെട്ട കൂട്ടം എന്ന് പറയുന്നത്. സ്തോത്രം. വേർപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. സ്തോത്രം. അത് വില കൊടുക്കാതെ പറ്റത്തില്ല. ആമേൻ. റോമർ 12:18-19. പ്രതികാരം നമുക്കുള്ളതല്ല, അത് യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രതികാരം യഹോവയ്ക്കുള്ളതാണെന്നുള്ള പ്രമാണമുള്ളപ്പോൾ യഹോവ ചെയ്യേണ്ട ഡ്യൂട്ടി, കർത്താവ് ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റ്. മനസ്സിലായോ? സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. അത് മാത്രം ചെയ്താൽ മതി. ന്യായം വിധിക്കുന്നത് ക്രിസ്തുവാ. സ്തോത്രം. പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണ്ടെന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാണ് സ്പിരിറ്റ് ഓഫ് ജലസി. നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ നമുക്ക് അത് ചെറുപ്രായങ്ങളിൽ കാണാൻ പറ്റും. മുളയിലെ നുള്ളണം പ്രാർത്ഥിച്ച്. സ്തോത്രം. അത് കുഞ്ഞുങ്ങളാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറിപ്പോകും. സ്തോത്രം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ പുറകിൽ അത് മാറുന്നത്. ഇല്ലെങ്കിൽ ആ സാധനം വളർന്ന് കയറി വരും. സ്തോത്രം. ഹല്ലേലൂയ. സാറനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൾ അടി കൊണ്ട് കരഞ്ഞിച്ച് പോകും. കുറെ കഴിയുമ്പം അവളുടെ വിരലും കൊണ്ട് എന്നെ തോണ്ടിയാലേ അവൾക്ക് സമാധാനമാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അത് ഒരു പ്രതികാരത്തിന്റെ ഒരു ഹിന്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ ഒന്ന് തോണ്ടിയാൽ അവൾക്ക് സമാധാനമാകത്തുള്ളൂ. എന്നെ വേദനിപ്പിക്കുന്നില്ല, ഒന്ന് തോണ്ടിയങ്ങ് പോകും. സ്തോത്രം. ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വലുതാകുമ്പോൾ തോണ്ടലല്ല, വെട്ടല് നടക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. നമ്മൾ ഇവിടുന്ന് പിടിക്കണം. ആമേൻ. നമ്മൾ ഇവിടുന്ന് പിടിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിൽ നിന്നും അവരെ വിടിവിക്കണം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ നിങ്ങൾക്ക് ചോദിക്കാം, പ്രതികാരം ചെയ്യാൻ പറ്റുമല്ലോ? പഴയ നിയമത്തിൽ അവർ പ്രതികാരം ചെയ്തിരുന്നല്ലോ. കണ്ണിന് പകരം കണ്ണ് കൊടുക്കുന്നു, പല്ലിന് പകരം പല്ല് കൊടുക്കുന്നു, കൈക്ക് പകരം കൈ കൊടുക്കുന്നു, കാലിന് പകരം കാല് കൊടുക്കുന്നു. അവർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും പഴയ നിയമം പ്രമാണിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ പാസ്റ്ററെ എന്ന് പറയുമ്പോൾ ഞാൻ അതാ പറയാം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമുക്കതില്ലെന്ന്. സ്തോത്രം. ഞാൻ പറയാം, പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം ചെയ്യേണ്ട ഡ്യൂട്ടി ഭൂമിക്കകത്ത് ചില പ്രത്യേക വ്യക്തികൾക്ക് അതോറിറ്റി കൊടുത്തിട്ട് അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ദാനി എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തിരിച്ച് ഞാൻ ദാനിയുടെ കണ്ണടിച്ച് പൊട്ടിക്കാനുള്ള പ്രമാണം പഴയ നിയമത്തിലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനി എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് ദാനി അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞ വിറ്റ്നസിനെ കൊണ്ട് അധികാരപ്പെട്ടവരുടെ അടുത്ത് ചെല്ലണം.
അത് തെളിവ് സഹിതം ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് തിരിച്ച് ധ്യാനിയുടെ കണ്ടുപൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാനല്ല പൊട്ടിക്കുന്നത്, നിയമകർത്താക്കളാണ് പൊട്ടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നു, നിന്റെ ഒരു കരണത്തടിച്ചവന് മറുകരണവും കാണിച്ചു കൊടുക്കുക. നിനക്ക് അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ന്യായവിധി ഒടുക്കത്തെ നാളിൽ കർത്താവ് അവനോട് ചെയ്യും. ഹല്ലേലൂയ. അപ്പം അതിന്റെ ഇടയ്ക്ക് പഴയ നിയമത്തിലെ റൂള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിന്റെ പേരാ സ്പിരിറ്റ് ഓഫ് ജലസി. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും അവനെ ഇടിക്കണം, എങ്ങനെയെങ്കിലും അവനെ അടിക്കണം. സ്തോത്രം. ആമേൻ. എങ്ങനെയെങ്കിലും അവനിട്ട് കൊടുക്കണം. ഞാൻ ചെയ്തിട്ടുണ്ടെന്നേ. ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ പെങ്ങളെ, എന്റെ അനിയത്തി, ആമേൻ, സ്തോത്രം, സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പം വീടിന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. ഈ സ്കൂൾ പിള്ളേരെ കാണുമ്പോൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇച്ചിച്ചിയാ ഒരു അലർജി ഉണ്ട് ചില സമയത്ത്. ആമേൻ, സ്തോത്രം. ആമേൻ. ഈ ബസ് ഏത് ബസ്സാണെന്ന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ബസ് നിർത്തിയില്ല. ഞാനിങ്ങനെ നോക്കി കൊച്ചിനെ അവള് ഫ്രണ്ടിൽ നിൽക്കുക, വണ്ടി നിർത്തിയില്ല. എനിക്ക് ആ സമയത്ത് അങ്ങോട്ട് കയറി വന്നൊരു രോഷമുണ്ട്. ഞാൻ എന്റെ ശരീരം പോലും നോക്കിയില്ല. കാരണം എന്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അവന്മാർ ഒറ്റ അടിക്ക് എന്നെ തെറിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതൊന്നും അല്ല നോക്കിയത്. സ്തോത്രം. പുറകിൽ വണ്ടി എടുത്ത് കയറടി മോളെ എന്ന് പറഞ്ഞു വണ്ടിയിലോട്ട് അവളെ കയറ്റി വെച്ച് ആമേൻ ഒരൊറ്റ പോക്കാ പോയത്. ഓടിപ്പോയിട്ട് ആമേൻ ആ വളവുണ്ട്, കൊണ്ടാഴി വളവിന്റെ ആമേൻ സ്തോത്രം, അവിടെ കൊണ്ട് വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി വെച്ച് ഞാൻ പറഞ്ഞു, എവിടെ നോക്കിയാണ് ആ വണ്ടി ഓടിക്കുന്നത്? നിനക്ക് വണ്ടി നിർത്തിക്കൂടെ? ബസ് സ്റ്റോപ്പിൽ നിർത്തി, നിനക്ക് എന്താ പിള്ളേരെ കയറ്റി കഴിഞ്ഞ പ്രശ്നം ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ എന്റെ വർത്താനം കഴിഞ്ഞതും അവൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങ് വന്നു. എന്റെ ദൈവമേ, ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി, ഈ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കിളി ഇറങ്ങി, കണ്ടക്ടർ ഇറങ്ങി. എന്താടാ നിനക്ക് പ്രശ്നം ചോദിച്ചതിനോട്? ഞാൻ പറഞ്ഞു, എന്റെ ബസ്സിൽ നിന്ന് എല്ലാ ആൾക്കാരും നോക്കുക, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ, വിടാൻ പറ്റുമോ? സ്തോത്രം. വിടാൻ പറ്റുമോ? അടി രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല, തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ സ്കൂൾ പിള്ളേരെ കയറ്റി? ഞാൻ നോക്കി മൊത്തം സ്കൂൾ പിള്ളേരെ ബുദ്ധിക്ക് കളിച്ചു. സ്കൂൾ പിള്ളേരെ കയറ്റി എന്താ കുഴപ്പം? ഒരു കൊച്ചിനെ കയറ്റിക്കൊണ്ട് നിനക്ക് എന്താ പ്രശ്നം? 50 വയസ്സ് കിട്ടുന്നതുകൊണ്ടാണ് നിന്റെ പ്രശ്നം വരുന്നത്. എന്താ നിനക്ക് കയറ്റിയ പ്രശ്നം ചോദിച്ചപ്പോഴത്തേക്കും അവൻ അപ്പുറത്തുനിന്ന് പിള്ളേര്, അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. ഞാൻ പകുതി ആശ്വസിച്ചു. കാരണം കൂട്ടം എന്റെ കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വല്ലുന്നില്ലാതെ ആ ചേട്ടാ വിട്ടുകളയട്ടാ പറഞ്ഞ് വിട്ടു. ഞാൻ അവളെ കയറ്റി വിട്ടു. വീട്ടിൽ വന്നപ്പോൾ അവളെ വൈകുന്നേരം എനിക്ക് കേട്ടി, ചേട്ടാ ഈ അങ്ങനെ കാണിച്ചത് കൊണ്ട് ഇവിടെ മുതൽ അവിടം വരെ ഈ മനുഷ്യൻ എന്നെ തെറി വിളിക്കുകയായിരുന്നു. മനസ്സിലാവുന്നത്? ചേട്ടായി അതും പറഞ്ഞു വീട്ടിൽ പോയി ഇവിടെ മുതൽ അവിടെ വരെ തെറി വിളിക്കുകയായിരുന്നു. ഞാൻ പറയാൻ കാരണം അവൻ ഈ ഒരു സ്പിരിറ്റ് വ്യാപരിക്കുമ്പോൾ സ്തോത്രം ഈർക്കലി പോലും ഇരിക്കുന്നൊന്നും നോക്കത്തില്ല. ഇവൻ ചെയ്യുന്നതൊക്കെ വേറെ വല്ലതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുമ്പോൾ നമ്മളല്ലാതായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരു മേഖലകൾ കടന്നു വരും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൃപയിലായിരിക്കുമ്പോഴും നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണം, സ്പിരിറ്റ് ഓഫ് ജലസി നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. സ്തോത്രം. അതിനടിമപ്പെട്ട് പോകുവാൻ ഇടയായി തീരരുത്. ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 27 പ്ലീസ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഇത് യേശു കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് വിപരീതമായി എന്തൊക്കെ ദൈവമക്കൾ ചെയ്യുന്നോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. സ്തോത്രം. ഡീമൺ സ്പിരിറ്റ് ആണ്. അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പൈശാചിക ശക്തിയാണ്. അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അന്ധകാരത്തിന്റെ അധിപതിയാണ്. അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ലോകത്തിന്റെ പ്രഭുവായ പിശാചാണ്. യേശു ക്രിസ്തു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇതിനപ്പുറത്തേക്ക് നിന്റെ ഒരു ചെകിട്ടത്തടിച്ച് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പെടുത്തു കളയുന്നവന് നിന്റെ വസ്ത്രം കൂടെ ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സകലതും ആമേൻ പൈശാചികമാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ നമുക്ക് അതിനൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുവാൻ കൃപയുണ്ടായിരിക്കണം. ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. എല്ലാ കയ്പും കോപവും നിർത്തി വായിക്കാൻ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ആമേൻ. കുറ്റാരവം, ഒരുത്തനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആമേൻ സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുന്നു. അവനോട് അസൂയ ഉള്ളത് കൊണ്ടല്ലേ അവനെ കുറിച്ച് കുറ്റം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സ്പിരിറ്റ് ഓഫ് ജലസി വർക്ക് ചെയ്യുന്നു. ആമേൻ.
ഇത്തരത്തിലുള്ള കയ്പ്, വെറുപ്പ്, പക, വിദ്വേഷങ്ങൾ എല്ലാം മനസ്സിനകത്ത് ഒരു ദൈവവൈദ്യനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ അണ്ടറിലുള്ളതല്ല ഇത്, മറിച്ച് സ്പിരിറ്റ് ഓഫ് ജലസിയുടെ കൺട്രോളിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഇഹലോകത്തിലും സ്വർലോകത്തിലും എവിടെയും ദൈവം ക്ഷമിക്കാത്ത ഒരു കേസാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നുള്ളത്. സ്തോത്രം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആത്മാവിന്റെ, ഈ ഡീമൺ സ്പിരിറ്റിന്റെ പ്രത്യേകതയും വർക്കും. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നിങ്ങൾ മനസ്സിലാകണം, യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. ഈ മാതൃകയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ഹോളി സ്പിരിറ്റിൽ ചെയ്യുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം സ്പിരിറ്റ് ഓഫ് ജലസി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവന്റെ ഫൈനൽ വർക്ക് ഫിനിഷ് ആകുന്നത് മർഡറിലാണ്, കൊലപാതകത്തിലാണ്. നമ്മൾ ആരും കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കലി ആരെയും കൊലപാതകം ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്തിട്ടില്ല. കാരണം അവിടം വരെ എത്താത്തതിന്റെ കാരണം നമുക്കിങ്ങനെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമ്മളങ്ങ് രൂപാന്തരപ്പെടും, നമ്മളങ്ങ് മാറ്റം വരുത്തും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും, നമ്മൾ മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്താഞ്ഞത് അതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട പ്രത്യേകിച്ചൊരു കാര്യം ചിന്തിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമല്ലാത്ത യേശുക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയ്ക്ക് വിപരീതമായി ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നൊരു തീരുമാനം ഈ നാളുകളിൽ നമ്മൾ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നാവ് ക്രിസ്തുവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് വേദന വരുത്തുന്ന വാക്കുകൾ നാവിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരാളുടെ ഹൃദയത്തിനെ തുളച്ചു ചെല്ലുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മറ്റൊരാളുടെ ഹൃദയത്തിനകത്ത് അവൻ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയേണ്ടത് പറയും എന്ന ഒരു നിലപാടിലാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്പിരിറ്റ് ഓഫ് ജലസിയുടെ കൺട്രോളിലാണ്. അങ്ങനെയല്ല, എൻ്റെ വാക്ക് എൻ്റെ യേശു ക്രിസ്തുവിന്റെ വാക്കിനെ പോലെ തേനിലും മധുരമായിരിക്കും. മറ്റുള്ളവർക്ക് അത് നുകരുവാൻ, മറ്റുള്ളവർക്ക് രസിച്ചിരിക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ഒരു വാക്കായി മാറിയിരിക്കും എൻ്റെ നാക്ക് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾ വാഴിക്കരുത്, നിങ്ങൾ വാഴിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പേ. എന്താ ഞാൻ പറഞ്ഞത്? മുമ്പ് എന്താ പറഞ്ഞത്? 50% പിശാചിന്റെ ട്രിക്ക് അവൻ ഉപയോഗിക്കുമ്പോൾ ബാക്കി 50% മനുഷ്യൻ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് അവൻ പാപത്തിൽ വീഴുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പിശാചിനെ അനുസരിക്കാത്തിടത്തോളം കാലം അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാചിനെ, സാത്താനെ, ഡീമൺ സ്പിരിറ്റിനെ നിങ്ങൾ ഒബേ ചെയ്യാത്തിടത്തോളം കാലം അവന് നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നീ സമ്മതിച്ചു കൊടുക്കാതെ അവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ നമ്മളാണ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അടുത്തത്, 3-ാമത്തത്, ആങ്കർ ആൻഡ് റേജ്, കോപവും രോഷവും. ദി സ്പിരിറ്റ് ഓഫ് ജലസിയിൽ നിന്ന് വരുന്നത്. എഫെസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 30-31 വാക്യം വായിച്ചു. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ വാഴുവാൻ നാം അനുവദിക്കരുത്. അഥവാ ഇതിനെ നാം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഉരിഞ്ഞു കളയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അഥവാ ഇതിനെ നമ്മുടെ ജീവിതത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഉരിഞ്ഞു കളയാനുള്ള ചങ്കുറ്റം ദൈവമക്കൾ കാണിക്കണം. അവൻ അതിനെ ഉരിഞ്ഞു കളയുവാനുള്ള തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തിനകത്ത് ആകാത്ത വാക്കുകൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ അപ്പന്റെ നാക്കുകൊണ്ട് ആകാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ അപ്പന്റെ ഹൃദയം കൊണ്ട് ഞാൻ കയ്പും വിദ്വേഷവും പകയും വെറുപ്പും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അപ്പ ഇന്നലകളിലെ എന്റെ യാത്രകളിൽ എവിടെ നിന്നോ കയറിക്കൂടിയ ഈ പൈശാചിക സ്പിരിറ്റിനെ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്തിട്ട് ഇതിനെ പുറത്തു കളയാൻ ആഗ്രഹിക്കുന്നു എന്ന തീരുമാനം ഇന്ന് നിങ്ങൾക്ക് എടുക്കാം. സ്തോത്രം. ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ തീരുമാനം എടുക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യാക്കോബ് 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ച്, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് സ്കൂളിൽ സംസാരിക്കുന്ന സമയത്ത് മാഷ് പറയാറുണ്ട്, തോക്കിക്കറി വെടി വെക്കരുത്. ഞാൻ പറയുന്നത് നീ ആദ്യം അങ്ങോട്ട് കേൾക്കുന്നു പറയും. മനസ്സിലാവുന്നുണ്ടോ? തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കുന്ന ടീമുകളോ
അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ടപ്പട്ടപ്പട്ടപ്പട്ടപ്പേന്ന് ഇങ്ങോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് എന്തെങ്കിലും പറയണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. എന്നിട്ട് ആമേൻ കോപത്തിന് താമസമുള്ളവരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കാനല്ല പറഞ്ഞത്. മാക്സിമം നമ്മൾ മറ്റുള്ളവനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കോപം വരത്തില്ല. കാരണം അവൻ എന്തോ നമ്മളോട് പറയാനുണ്ട്. സ്തോത്രം. കോപത്തിന് പകരം അവിടെ പ്രാർത്ഥനയാ ഉയരുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? കോപത്തിന് പകരം അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവനെ മനസ്സിലാക്കിയ പ്രാർത്ഥന അവിടെ ഉയരും. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ഇത് ശ്രദ്ധിക്കുക. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ലിസൺ ടു മീ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങള് പൗലോസ് അവിടെ പറഞ്ഞിട്ട് പറയുകയാണ്, എന്നു ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ഈ പ്രസംഗം നേരത്തെ സഭയെ പ്രസംഗിച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് ഈ പ്രസംഗം നേരത്തെ സഭയിൽ പ്രസംഗിച്ചതാ. പക്ഷെ വീണ്ടും പൗലോസിന് ഇതേ സബ്ജക്റ്റ് അവിടെ പ്രസംഗിക്കേണ്ടി വന്നു. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും പൗലോസിന് ഇതേ സബ്ജക്റ്റ് ആ സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? മുമ്പേ പറഞ്ഞത് ഒരൊറ്റ ഒരെണ്ണം കേട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? മുമ്പേ പറഞ്ഞത് ഒരൊറ്റ ഒരെണ്ണം അനുസരിച്ചില്ല. അതുകൊണ്ട് അതേ സബ്ജക്റ്റ് വീണ്ടും പൗലോസ് അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണ്. വീണ്ടും പറയുകയാണ്. സ്തോത്രം. ദൈവരാജ്യത്തിൽ നിനക്ക് പ്രവേശനം ഉണ്ടാകത്തില്ല. ഞാൻ പറയട്ടെ, ഇതാണ് ആടുകളെ സ്നേഹിക്കുന്ന ശുശ്രൂഷകന്റെ ഒരു സ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ആ വേദനയിൽ കൂടിയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഞായറാഴ്ചത്തെ ഏതെങ്കിലും മെസ്സേജ് വന്ന് ഇവിടെ പറഞ്ഞു പോകാം. സ്തോത്രം. അങ്ങനെ പറഞ്ഞു പോകുന്നത് അവൻ വാതിൽ തുറന്നിട്ട് കൊടുത്ത് കള്ളന്മാരെ അകത്ത് കയറ്റുന്ന അവൻ ഇടയന്മാർക്ക് തുല്യമായി പോകും. ഞാൻ വാതിൽ തുറന്നിട്ട് കൊടുത്ത് എന്റെ ആടുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ് അവൻ മാറി അവൻ പുറത്ത് കിടക്കുന്ന ഒരു ഇടയനെ പോലെ ആയി പോകും ഞാൻ എല്ലാ ദിവസവും എന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന കട്ടിലിന്റെ തലയ്ക്ക് മുകളിൽ പാസ്റ്റർ ഓർഡിനേഷൻ ലഭിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചൊരു പ്ലഡ്ജ് ഉണ്ട്. അതിന്റെ തലയ്ക്ക് മുകളിൽ ഞാൻ വെച്ചിരിക്കുക. ലാമിനേറ്റ് ചെയ്തിട്ടില്ല, പേപ്പർ ഞാൻ വെച്ച് ലാമിനേറ്റ് ചെയ്ത് വെക്കുന്ന ആഗ്രഹമുണ്ട്. എന്തിനാണെന്നറിയാമോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനൊന്ന് നോക്കും. നോക്കിയേച്ചാ ഞാൻ വരുന്നത്. ഞായറാഴ്ച വരുമ്പോ നോക്കിയേച്ചാ വരുന്നത്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. എന്റെ ആടുകളെ, നീ എന്നെ ഏൽപ്പിച്ച ആടുകളെ ഞാൻ വചനത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ നിന്റെ കൽപ്പന പോലെ തന്നെ പ്രമാണിച്ച് സൂക്ഷിച്ചു കൊള്ളാം എന്ന വാക്ക് ഞാൻ പ്ലഡ്ജ് ചെയ്തത്, സത്യപ്രതിജ്ഞ ചെയ്തത് അവിടെ ഉണ്ട്. അത് വായിച്ചാ ഞാൻ ഇറങ്ങി വരുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ നിരക്കാത്തത് എനിക്ക് സഭയ്ക്കകത്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ വേദനിച്ചാലും നിങ്ങൾ ഭാരപ്പെട്ടാലും സ്തോത്രം, ഞാൻ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുകയാ പരിശുദ്ധാത്മാവിൽ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മുറിവ് കെട്ടുമ്പോ വേദന ഉണ്ടാകുന്നേ. സ്തോത്രം. പഴുപ്പ് ഞെക്കിക്കളയുമ്പോൾ അതിനകത്ത് വേദന ഉണ്ടാകുന്നേ. സ്തോത്രം. ആഞ്ഞു പിടിച്ച് ഞെക്കുമ്പോഴേ അതിന്റെ അകത്ത് ആണി പുറത്തു പോകത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അത് പോകുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാകും. ചിലപ്പോൾ കുറച്ചു നാളത്തേക്ക് ആ ഏരിയ നീര് വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്ററോട് മുഖം വെറുപ്പിച്ചിരുന്നെന്ന് വരാം, നീര് വെച്ചെന്നിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ നീരിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു പരിപൂർണ്ണ വിടുതലായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കൊരു ഉറപ്പുണ്ട്. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സഭയ്ക്കകത്ത് ഒരൊറ്റ ആടുകളെയും ഒരു ഡീമൺ സ്പിരിറ്റിനും കൺട്രോൾ ചെയ്യിപ്പിക്കുവാൻ സാധിക്കാത്ത തലത്തിൽ ഒരു പൈശാചിക ശക്തിക്കും ഞാൻ വിട്ടുകൊടുക്കാതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന ഉത്തരവാദിത്വം എടുത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എഫേസ്യർ 4:26. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. മനുഷ്യന്റെ അകത്ത് കോപം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണം, ഇത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. വൈകുന്നേരത്തിന് മുമ്പ് ഇതിനെ പുറത്താക്കാനുള്ള ദൗത്യം നമുക്കുള്ളതാ. സ്തോത്രം. ദൈവം നിയോഗം നൽകി തന്നിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഈ പൈശാചിക ശക്തി എന്റെ കൂടാരത്തിന്റെ അടുത്ത് പോലെ ഞാൻ അടുപ്പിക്കത്തില്ല എന്ന് പറയാൻ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ.
ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വാക്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കൂട്ടുകാരന്റെ പാപം അവനെ താല്പര്യമായി ശാസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു കൂട്ടുകാരൻ വന്ന് നിന്നോട് പറയാണ്, എടാ ഞാനൊന്നും പറയണ്ടടാ, കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ന പോലൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒന്നും പറയണ്ട, ഞാനൊരുത്തി കണ്ടു, ഒന്നും പറയണ്ട, ഞാൻ ആദ്യം അങ്ങോട്ടൊരു ഹായ് അയച്ചു, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഹായ് അയച്ചു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ആയിരുന്നടാ, അതായിരുന്നടാ, ഒന്നും പറയണ്ടടാ പറയുമ്പോ ആണോ, എന്നിട്ടോ, എന്നിട്ട് നീ എന്ത് അയച്ചു അങ്ങോട്ട്, എന്നിട്ട് നീ തിരിച്ച് വേറെ എങ്ങനെ അയച്ചോ, ഓക്കെ, നീ പിന്നെ എന്ത് ഇട്ട് കൊടുത്തേ, ഇമോജി വല്ല ഇട്ട് കൊടുത്തോ, എന്ത് ഇമോജിയാണ് ഇട്ടത്, അപ്പൊ അല്ലാടാ അവള് കുളിക്കാൻ പോയിക്കാന്ന് പറഞ്ഞു, കുളിയിൽ പിടിച്ച് സ്റ്റാർട്ട് ചെയ്തു, കുളിയിലാണ് തുടങ്ങിയത്, പിന്നെ കുളിയിലാണ് അവസാനം എല്ലാ പാപത്തിലേക്ക് എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടുകാരന്റെ പാപത്തെ താല്പര്യമായി ശാസിക്കാതെ അവനോട് കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അവന്റെ പാപം കൂടെ നിന്റെ ദേഹത്ത് കയറുമെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. അവൻ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേനെ, സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞേ, ഇത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ആള് മാറും, സ്തോത്രം. ഇത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആള് മാറും, സ്തോത്രം. ഇത്തരത്തിലുള്ള വെളച്ചിലെടുത്ത് ഒരെണ്ണ എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും ഇനി, സ്തോത്രം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്തോത്രം യൗവനക്കാര് കുഞ്ഞുങ്ങള് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിവരം അറിയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും അതിനെ താലോലിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടെങ്കിൽ, ആ കൂട്ടുകാരനെ അതിൽ നിന്ന് നീ പുറത്തോട്ട് കൊണ്ടുവരിക ചെയ്യേണ്ടത്, അല്ലാതെ അവനോട് കൂടി ഇഴുകിച്ചേരുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? കൂട്ടുകാരൻ നിനക്ക് ആകാം, കൂട്ടുകെട്ടാകാം, പക്ഷേ അവന്റെ സ്വഭാവത്തിനോട് നീ സപ്പോർട്ട് ചെയ്താൽ അവന്റെ പാപം കൂടി നിന്റെ മേൽ വരാതിരിക്കാൻ അവനെ നീ താല്പര്യമായി ശാസിക്കണമെന്നാണ് വചനം പറയുന്നത്. ശാസിച്ചിട്ട് അവൻ നന്നാവണമെന്നൊന്നും നിർബന്ധമില്ല, നീ അവനെ ശാസിച്ചാൽ മാത്രം മതി. എടാ മോനെ, നീ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അത് തെറ്റാ. ഞാൻ ഈ വഴി കൂടെ ഒക്കെ പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ പറയുക, ഇത് തെറ്റാ, നീ അങ്ങനെയൊന്നും ചെയ്യരുത്, വലിയ അപകടത്തിൽ നിന്ന് ചാടും കേട്ടോ. അവസാനം പിന്നെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ലെവലിൽ നാണം കെട്ട് പോകും. സ്വതന്ത്രം. നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും നിന്റെ കൂടെ ഉണ്ടാകത്തില്ല. നിന്നെ ചുമ്മാ കളിക്കാൻ നിൽക്കരുത്, ആവശ്യത്തെ പരിപാടി ചെയ്യരുത് എന്ന് ചുമ്മാ അവനെ ചേർത്ത് നിർത്തി ഒരു ഡയലോഗ് പറഞ്ഞങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവനും സന്തോഷമാവും, നമ്മൾ ഹാപ്പി ആവും, വീട്ടിൽ പോകാം. നാലാമത്തത് ക്രൂവൽറ്റി, ക്രൂരത ചെയ്യിപ്പിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയ. ക്രൂരത ചെയ്യിപ്പിക്കുന്നത്. എന്റെ മമ്മി എന്നെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, സ്തോത്രം, എന്റെ മമ്മിയുടെ അമ്മായിയമ്മ, എന്റെ അപ്പന്റെ അമ്മ, സ്തോത്രം, അവർ ജാക്കോബിറ്റ് ഫാമിലി ഉള്ളവരാ, സ്തോത്രം. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചമ്മന്തി അരപ്പിക്കും. ഞാൻ കേട്ട നല്ല കാര്യമല്ലേ, നല്ല പ്രസവത്തിന് ചമ്മന്തി അരയ്ക്കുന്ന നല്ലതാ, സുഖപ്രസവത്തിന്, സ്തോത്രം. ഇതങ്ങനെയല്ല, ചമ്മന്തി അരപ്പിക്കും, മീൻകറി വെപ്പിക്കും, സ്തോത്രം, ചോറ് വെപ്പിക്കും, കറികള് 2-3 കൂട്ടം കറികൾ വെപ്പിക്കും. വെച്ചിട്ട്, സ്തോത്രം, എൻ്റെ പപ്പ വർക്ക്ഷോപ്പിലായിരിക്കും. പപ്പ തിരിച്ചു വൈകുന്നേരം വരുന്ന സമയത്ത്, ക്രൂരതര കാര്യം ഞാൻ പറയുന്നത്, തിരിച്ചു വരുന്ന സമയത്ത് ചോറ് വിളമ്പി എല്ലാവരും, അന്ന് മേശയില്ല, നിലത്തിരുന്നാ കഴിക്കുന്നത്, പഴയ കാലോ, ഇരുന്ന് കഴിക്കുന്ന സമയത്ത് മമ്മയോട് പറയും, നീ അങ്ങോട്ട് മാറിയിരിക്കുക, നിനക്കിന്ന് ഫുഡ് ഇല്ല, സ്തോത്രം, നീ കഴിക്കണ്ട എന്ന് പറയും. പപ്പ കഴിക്കാത്തതുകൊണ്ട്, മമ്മി കഴിക്കാത്തതുകൊണ്ട് മാറ്റി വെച്ച് പോകാൻ നേരത്ത് ഇരിക്കടാ അവിടെ എന്ന് പറയും, കഴിച്ചേച്ച് ഇറങ്ങി കയറിയാൽ മതി എന്ന് പറയും, സ്തോത്രം. അപ്പനും അമ്മയും സംസാരിച്ചാൽ എതിര് പറയാത്ത ഒരു അപ്പനുണ്ടെങ്കിൽ എൻ്റെ അപ്പനെ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം. ഒരക്ഷരം കമാന്ന് പറയാറില്ല, സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ കാരണം, അത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റ് അവിടെ വ്യാപരിച്ചിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, മന്ത്രവാദത്തിന്റെ കുടുംബമായിരുന്നു. ക്രൂരതകൾ ചെയ്യിപ്പിക്കുക, സ്തോത്രം. നല്ല കഷണമൊക്കെ ചില സമയങ്ങളിൽ എടുത്തു മാറ്റിയിട്ട് വാലിന്റെ അറ്റം മാത്രം കൊടുക്കും, നീ അത് കഴിച്ചാൽ മതി. ഒരു പട്ടിയെ പോലെ കണ്ട എത്രയോ സിറ്റുവേഷനുകളുണ്ടെന്ന് അറിയും. അതിന്റെ നടുക്കും തിരിച്ചു പ്രതികാരം ചെയ്യാൻ പോകാതെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആ മാതാവിന്റെ കണ്ണുനീര ഇന്ന് ഞാൻ ഈ പുൽപ്പറ്റി നിൽക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. അത് ഞാൻ എവിടെയും അന്തസ്സോടെ പറയും, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള കരച്ചിൽ നിർത്തരുത് കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. ഉദരത്തിനകത്ത് ഒരുത്തിനെ വെച്ചുകൊണ്ട് അനുഭവിച്ചപ്പോഴും കരഞ്ഞുകൊണ്ട് അനുഭവിച്ച് തീർത്തത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഒരു മീനല്ല 1000 മീൻ കഴിക്കാനുള്ള ആസ്തിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു, ഒരു കുഴപ്പമില്ല, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇഷ്ടത്തിന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് കഴിക്കുന്ന കാര്യമല്ല, ക്രൂരതകൾ, സ്തോത്രം. അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട്,
അമ്മായിപ്പൻ അമ്മായിമ്മ വേർതിരിച്ച് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരതകൾ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവൻ സ്പിരിറ്റ് ഓഫ് ജലസി നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്, നിങ്ങൾ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 30 വാക്യം വേഗത്തിൽ വായിച്ചേ. അത് വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾ അവിടെ പോയി വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ആ ഭാഗം മാത്രം വായിക്കും. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കും. യാക്കോബ് പറയുക, 2 മക്കളോട് പറയുക, നിങ്ങൾ ഈ ദേശത്ത് എന്നെ നാറ്റിച്ച് വിഷമാക്കി കളഞ്ഞല്ലോ. യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇസ്രായേൽ എന്ന അവന്റെ പേര്, ദൈവത്തിന്റെ ദാസന. അവനെ നാറ്റിച്ച് വല്ലാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞു. എന്താ വെച്ചാൽ നിങ്ങൾ ആ അധ്യായം 34 അധ്യായം നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ വായിക്കണം കേട്ടോ, നിങ്ങൾ മറക്കരുത്. അത് വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം. അവൻ യാക്കോബിനൊരു മോളുണ്ടായിരുന്നു. മോളുടെ പേരെന്താ? ദീന. മോളുടെ പേര് ദീന. ദീനേനെ ഒരുത്തൻ നശിപ്പിച്ചതിപ്പം നശിപ്പിച്ചവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരുദോഷമില്ലാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവര് അങ്ങോട്ട് സംബന്ധം കൂടാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ സംബന്ധം കൂടാൻ ആഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിന്റെ പ്രമാണം അനുസരിച്ച് അവിടെയുള്ളവരെല്ലാവരും പരിച്ഛേദന ഏൽക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവര് സമ്മതിച്ചു. ഓക്കെ, ഇവർ തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആണുങ്ങളെല്ലാം പരിച്ഛേദന ഏറ്റു. ആണുങ്ങളെല്ലാം പരിച്ഛേദന ഏറ്റി കിടക്കുന്ന സമയത്ത് ഈ യാക്കോബിന്റെ 2 മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ കയ്യിൽ 2 വാളെടുത്തേച്ച്, എന്തായാലും പരിച്ഛേദന ഏറ്റ് കിടക്കല്ലേ, അവർക്ക് അനങ്ങാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിനും കയറി ചെന്ന് വെട്ടി അങ്ങ് കൊന്നു കളഞ്ഞു. ഭയങ്കര ഒരു ക്രൂരത ചെയ്തു അവിടെ. മനസ്സിലാവുന്നു? കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയെ പിഴപ്പിച്ചവനെ തിരിച്ച് വീണ്ടും നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥ, തിരിച്ചു പ്രതികാരം ചെയ്യുക. അങ്ങനെ യാക്കോബ് പറയാം, നിങ്ങൾ എന്നെ ദേശത്ത് നാറ്റിച്ചു കളഞ്ഞല്ലോ. ആരും അറിയാതിരുന്ന കേസ് അത് എങ്ങനെയും ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നീ എന്നെ നാറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ തന്നെ ഒരു ദേശത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന പൈശാചിക സ്പിരിറ്റ് അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുത്തിയെ അല്ലെങ്കിൽ ഒരുത്തരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കാര്യങ്ങളുമൊക്കെ, വെട്ടും കൊല ഇതെല്ലാം ചെയ്യുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. അസൂയയുടെ ആത്മാവാണ് ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ന്യായാധിപന്മാർ 19 അധ്യായം 25 വാക്യം വായിച്ചേ. വീട്ടിലെത്തിയ ശേഷം കത്തിയെടുത്ത് അംഗഭംഗമായി 12 കഷ്ണമാക്കി കൊടുത്തയച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പോഴൊക്കെ കേട്ടിട്ടുള്ളൂ ഫ്രിഡ്ജിനകത്ത് 12 പീസാക്കി കാമുകൻ എടുത്ത് വെക്കുന്നതൊക്കെ, അല്ലേ? ഇത് അന്ന് മൂലം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്പിരിറ്റ് ഓഫ് ജലസി ഇന്നും ഇന്നലെ തുടങ്ങിയ വർക്കല്ല ഇത്. സ്തോത്രം. അന്ന് മുതലേ തുടങ്ങിയ സംഭവമാണ്. ഒരു വെപ്പാട്ടി, ഒരു സ്ത്രീയാണത്. ആ സ്ത്രീനെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ട് അന്യന്മാര് വന്ന് ഒരു രാത്രി മുഴുവനും ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ സ്ത്രീ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ അവശനിലയിൽ കിടക്കുമ്പോൾ അതിനെ ചേർത്ത് നിർത്താനുള്ള മനസ്സിന് പകരം സ്തോത്രം അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? വെട്ടി 12 കഷണമാക്കിയിട്ട് അതിനെ പാഴ്സൽ അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും പല കുടുംബങ്ങളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ജലസി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ കോപം വന്ന് പ്രശ്നം വന്ന് ഇതൊക്കെ ശമിച്ചു പോകുന്നത് പ്രാർത്ഥനയും കർത്താവിന്റെ കരുണയുള്ളത് കൊണ്ട്. സ്തോത്രം. എത്രയോ പ്രാവശ്യം വെട്ടലും നുറുക്കലും കുത്തലൊക്കെ കഴിയേണ്ട കാലം സമയം കഴിഞ്ഞെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം ഞാനും നീയും അനുഭവിക്കുന്നത് കൊണ്ട് പ്രിയരെ ഇന്ന് നാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആരാധന മുടക്കരുത്, ഇടമീറ്റിംഗ് മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട്. കാരണം ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യത്തിൽ നിന്നെ പൊതിയുന്ന മേഖലകളൊന്നും നീ മിസ്സാക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കൺവെൻഷൻ വന്നാൽ നീ പോണം, ഇടമീറ്റിംഗ് വന്നാൽ നീ പോണം, ഉപവാസ പ്രാർത്ഥന വന്നാൽ നീ പോകണം. ഹല്ലേലൂയ. കാരണം ഹോളി സ്പിരിറ്റ് നിന്നെ വീശി നിന്റെ അകത്തേക്ക് ആഞ്ഞു കയറുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിനെ ആ ഹോളി സ്പിരിറ്റിനെ വീണ്ടും വീണ്ടും അധികമായി പ്രാപിക്കാൻ പറ്റുന്ന ഒരു ചാൻസും നീ മിസ് ചെയ്യരുതെന്ന് പറയുന്നത് ഇതുകൊണ്ട്. നീ എവിടെയെല്ലാം
ഉദാസീനതയോടെ ആരാധനയ്ക്ക് വരാതെ, പ്രാർത്ഥനയ്ക്ക് വരാതെ മടുപ്പ് കാണിച്ച് മാറി നിൽക്കുന്നു, അവിടങ്ങളിലെല്ലാം നീര് വറ്റി അവൻ ഊടാടി നടക്കുന്ന പൈശാചിക സ്പിരിറ്റുകൾ നിന്റെ കൂടാരം നോക്കി അകത്ത് കയറാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന് ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി എങ്ങനെയെങ്കിലും ഒരുവന്റെ അകത്തേക്ക് കയറുക. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ വിടുന്നത്, അല്ലെ ഇവിടേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെ വായിക്കണ്ട, ഇപ്പൊ വായിക്കണ്ട. യോഹന്നാൻ 8-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് നമുക്കറിയാവുന്ന കാര്യം അത്. ഞാൻ പറയാം. വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ പിടിച്ചു. ആമേൻ. ജനമെല്ലാം ആമേൻ സ്തോത്രം അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ അവൻ യേശു കർത്താവ് അവൻ അവളെ ചേർത്ത് നിർത്തി. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേശത്ത് അവൻ നിന്നെ അപമാനിപ്പിച്ചു കളഞ്ഞ് നിന്നെ മറ്റുള്ളവരെ കൊണ്ട് വിധി കൽപ്പിക്കുന്ന തലത്തിലേക്ക്, മറ്റുള്ളവരെ കൊണ്ട് നിന്നെ ആക്ഷേപിക്കുന്ന തലത്തിലേക്ക്, നിന്നെ ഒരു പരിഹാസപാത്രമാക്കി അവൻ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന രഹസ്യ പാപത്തെ അവൻ സ്തോത്രം പാപം രഹസ്യമായി പാപം ചെയ്യിപ്പിച്ചു ആ രഹസ്യ പാപത്തെ ഒരിക്കൽ പബ്ലിക്കിലേക്ക് കൊണ്ടുവരിപ്പിക്കുന്ന പൈശാചിക ശക്തി. ഏത് ദൈവജനമാണെങ്കിലും ദൈവമക്കളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ സ്തോത്രം രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളെ രഹസ്യത്തിൽ ചെയ്യിപ്പിക്കുന്നത് അവൻ സ്തോത്രം ഈ ഡീമൺ സ്പിരിറ്റ് ആണ്, അൺക്ലീൻ സ്പിരിറ്റ് ആണ്. അവൻ മനസ്സിലാക്കുക. രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ രഹസ്യത്തിൽ തുടങ്ങിപ്പിക്കുന്നത് ആരാണ്? ഈ അൺക്ലീൻ സ്പിരിറ്റ് ആണ്, ഈ ഡീമൺ സ്പിരിറ്റ് ആണ്, സ്പിരിറ്റ് ഓഫ് ജലസി ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ രഹസ്യമായി നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നീ വിചാരിക്കും രഹസ്യമായി തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന്. ഇല്ല ഇല്ല ഇല്ല. ഇവന്റെ ഫൈനൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഈ രഹസ്യത്തിൽ തുടങ്ങിയ പാപത്തെ പബ്ലിക്കിൽ കൊണ്ട് നിർത്തുന്ന ഒരു സമയമുണ്ട്. അതാ ഇവന്റെ ഫൈനൽ വർക്ക്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ തന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഈ പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിയാതെ പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, സ്പിരിറ്റ് ഓഫ് ജലസി അവൻ അസൂയയിൽ തുടങ്ങി കൊലപാതകത്തിൽ ഇവന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, രഹസ്യ പാപങ്ങളിൽ നിന്നെ തുടങ്ങിപ്പിച്ചിട്ട് അവൻ ഇവന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് അത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടാ തീർപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് മുതൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, രഹസ്യത്തിൽ ഇങ്ങനെ തുടർന്ന് പോകാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഹല്ലേലൂയ. ഒരു പാപം രഹസ്യത്തിൽ തുടർന്ന് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. നിന്നെ അത് ചെയ്യിപ്പിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്, സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ ആണ്. ഡീമൺ സ്പിരിറ്റുകളാണ് നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വളരെ അതിശക്തമായി ഈ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, അവൻ സ്തോത്രം, എന്ന് നീ രഹസ്യമായ പാപത്തെ ഉപേക്ഷിക്കുന്നു, അന്ന് നിനക്ക് നിർഭയമായി കിടന്നുറങ്ങാൻ സാധിക്കും. അന്ന് നിനക്ക് സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും. ഇല്ലാത്ത പക്ഷം അവന്റെ ഫൈനൽ വർക്ക് എന്ന് പറയുന്ന പബ്ലിക് പ്ലേസിലേക്ക് നിന്നെ പബ്ലിക്കായി അവൻ നാറ്റിച്ചു കളയുന്ന, അപമാനിച്ചു കളയുന്ന അവന്റെ വർക്കിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഹല്ലേലൂയ. ഈ തന്ത്രത്തെ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്യത്തില്ലെന്നും പറ്റത്തില്ല, പക്ഷെ പാപം ചെയ്യുന്നവരുണ്ട്, ചെയ്യില്ല എന്നല്ല. ഞാൻ എപ്പോഴും പറയുക, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പോലും ജഡത്തിൽ പ്രലോഭനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവനാ. അതുകൊണ്ട് ഞാൻ പറയുക, രഹസ്യത്തിൽ തുടങ്ങുന്നതിനെ പരസ്യത്തിൽ എത്തിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് ജലസിയുടെ അവൻ ഉദ്ദേശം. അവന്റെ വർക്ക് ഫിനിഷ് ആകുന്നത് അവിടെയാ. അസൂയയിൽ കൊണ്ടുവന്ന് കൊലപാതകത്തിൽ കൊണ്ടുപോയി അവൻ ജയിലറയിൽ എത്തിക്കലാണ് സ്പിരിറ്റ് ഓഫ് ജലസിയുടെ വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 5 മുതൽ 9 വരെ ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ചരിത്രം പറഞ്ഞു തരാം, വായിക്കണ്ട. അബ്രഹാമിനെയും ലോത്തിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കലഹം നടക്കുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഒരു കലഹം നടക്കുന്നു. അവരെ പിരിയാൻ തക്കവണ്ണം അവിടെ ഒരു കലഹം നടക്കുക. കലഹം കൊണ്ടിടുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആട്ടിടയന്മാർ തമ്മിൽ കലഹം ഉണ്ടാകുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം 1 മുതൽ 6 വരെ. 1 Corinthians chapter 3 verse 1 to 6 അത് വായിക്കണ്ട, ഞാൻ പറയാം. സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കി പക്ഷം തിരിപ്പിക്കുന്ന, ഭിന്നത വരുത്തുന്ന ആത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ചുപേര് അപ്പല്ലോസിന്റെ പക്ഷക്കാര്, കുറച്ചുപേര് പൗലോസിന്റെ പക്ഷക്കാര്, കുറച്ചുപേര് കയ്യഫാവിന്റെ പക്ഷക്കാര്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇന്ന് തന്നെ പാസ്റ്റർമാരുടെ പക്ഷക്കാരെന്ന് പറഞ്ഞ് അസൂയാണ്. അതായത് ആ പാസ്റ്ററോട് ഈ കൂട്ടർക്ക് അസൂയ, ഈ പാസ്റ്ററോട് ആ പാസ്റ്റർക്ക് അസൂയ. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ പാസ്റ്ററോട് ലോക്കൽ പാസ്റ്റർക്ക് അസൂയ, ലോക്കൽ പാസ്റ്റർക്ക് മുമ്പ് ഇരുന്ന പാസ്റ്ററോട് അസൂയ. മുമ്പ് ഇരുന്ന പാസ്റ്റർ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്ക് നേരെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നല്. മനസ്സിലാവുന്നുണ്ടോ?
സെൻട്രൽ പാസ്റ്റർക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങളാണ് ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറയുന്ന സംസാരങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം ചേർന്ന് ജനറൽ ബോഡി കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്ന, ഭിന്നത വരുത്തുന്ന സ്പിരിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സ്പിരിറ്റ് ഓഫ് ജലസിയിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. സ്പിരിറ്റ് ഓഫ് ജലസിയാണ് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നതും, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കുന്നതും, കുടുംബത്തിനകത്ത് വഴക്കുണ്ടാക്കുന്നതും, കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കുന്നതും സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വളരെ സ്പീഡിൽ പോകുന്നു, ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല, സമയം പോയത് കൊണ്ടാണ്. സ്തോത്രം. ഇതെല്ലാം സ്പിരിറ്റ് ഓഫ് ജലസിയാണ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഈ നാളുകളിൽ ശാസിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. ലൂക്കോസ് 22:24 കണ്ടൻഷൻ എഴുതിയെടുക്കണേ. 7ാമത്തത് കണ്ടൻഷൻ, തർക്കം. യേശുവിന്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കമാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളിൽ ആരാണ് വലിയവൻ? യേശുവിന്റെ കൂടെ ഇരുന്ന വചനം കേൾക്കുന്നത്, യേശുവിന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്നത്, യേശുവിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. പക്ഷെ അവരുടെ ഇടയിൽ എന്ത് കയറി? ഈ സ്പിരിറ്റ് കയറി. എന്ത് കയറി? സ്പിരിറ്റ് കയറി. തർക്കം കയറി. തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ദൈവമക്കളുടെ ഇടയിൽ തർക്കം വരുന്നുണ്ടെങ്കിൽ ഈ തർക്കം കൊണ്ടിടുന്നത് സ്പിരിറ്റ് ഓഫ് ജലസിയാണ്. അതായത് ഒരുവനെക്കാട്ടും വലിയവനാണെന്ന് തോന്നിപ്പിക്കുന്ന ജലസി, അസൂയ കൊണ്ടിട്ടിട്ട് സ്തോത്രം ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പൈശാചിക ശക്തി. ഇതിനെ മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി ഈ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ പണ്ട് എത്രയോ സഭകൾ ഇപ്പോഴും നിലനിന്ന് അറിയൂ. സ്വതന്ത്രം. ഓരോ സഭയ്ക്കകത്തും തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ഇവർക്ക് തന്ത്രം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സഭ വീണുപോകുന്നത്. അങ്ങനെ ഏതെങ്കിലും സഭകൾ വീണുപോയിട്ടുണ്ടെങ്കിൽ ആ സഭകളോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂതാണ് പ്രിയരെ. ഈ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കുക. ദൈവത്തിന്റെ സഭയെ തകർത്ത് കളയാനുള്ള പിശാചിന്റെ പദ്ധതിയോട് നിങ്ങൾ യോജിക്കരുത്. അതിനോട് നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 8ാമത്തത് കോമ്പറ്റീഷൻ, മത്സരം. ഹല്ലേലൂയ. ഒന്നാമത്തിൽ കയീനും ഹാബേലും തന്നെ മത്സരമായിരുന്നു, അല്ലെ? കയീന് ഹാബേലിൽ തന്നെ മത്സരമായിരുന്നു. ഏശാവും യാക്കോബും മത്സരമായിരുന്നു. തലമുറകൾ തമ്മിൽ, സ്വന്തം കുടുംബങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ മത്സരം കൊണ്ടിടിപ്പിക്കുന്ന പൈശാചിക ശക്തി, സ്പിരിറ്റ് ഓഫ് ജലസി. നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതിന് നമ്മളെ വിട്ടുകൊടുക്കരുത്. നമ്മൾ അതിനകത്ത് വീണു പോകരുത്. ഹല്ലേലൂയ. കോമ്പറ്റീഷൻ. സ്വരം. അവൻ നന്നായാൽ എനിക്ക് പറ്റത്തില്ലല്ലോ, അവനെക്കാട്ടിലും മുന്നിൽ ഞാൻ കയറണം എന്ന ഒരു അകത്തുള്ള ഒരു അസൂയ. അത് അവനോട് അസൂയ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അസൂയയുടെ ആത്മാവ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുക. സംഖ്യ 5-ാം അധ്യായം 29-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 5:29. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കണം മോളെ. ഇതാകുന്നു പാതിവൃത്യ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച മോളെ. 29. This is the ritual law of dealing with suspicion. If a woman goes astray and defiles herself while under her husband's authority, or if a man becomes jealous and is suspicious that his wife has become faithful. 29. Okay. മതി. ദിസ് ഈസ് ദ ലോ ഓഫ് ജലസീസ്. മനസ്സിലാവുന്നുണ്ടോ? പാതിവൃത്യ സംശയം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ലോ ഓഫ് ദ ജലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ചില സമയത്ത് ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ജലസി കയറുന്ന എങ്ങനെയാണ് നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അവസാനത്തെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി സ്പിരിറ്റ് ഓഫ് ജലസി ഒരു കുടുംബത്തിൽ കയറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പെട്ടെന്നായിരിക്കും എന്ത് രസമാ അവളുടെ ഭർത്താവിനെ കാണാൻ, എന്ത് രസമാ അവന്റെ ഭാര്യയെ കാണാൻ, എന്ത് ഗ്ലാമർ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ലിസൺ ടു മീ ഹിയർ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വരിക. എന്ത് ഭംഗിയാലേ ആ കൊച്ചിനെ കാണാൻ, എന്ത് ഭംഗിയാലേ അവനെ കാണാൻ. ദാമ്പത്യ ജീവിതത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഇത് പറയിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? സുഖകരമായ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാമ്പത്യ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഈ സ്പിരിറ്റ് ഓഫ് ജലസി ഇത് പറയിപ്പിക്കും. എന്ത് ഭംഗിയാലേ അവളെ കാണാൻ, എന്ത് ഭംഗിയാലേ അവനെ കാണാൻ. ആമേൻ. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ഭാര്യയുടെ, ദൈവം തന്നിരിക്കുന്ന ഭർത്താവിന്റെ സൗന്ദര്യത്തെ മറച്ചു വെപ്പിച്ചിട്ട് മറ്റു വ്യക്തികളിലേക്ക് സൗന്ദര്യം തോന്നിപ്പിക്കുന്ന സ്പിരിറ്റ് ഓഫ് ജലസി. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചാണ് സ്തോത്രം കുടുംബ ബന്ധങ്ങൾ തകർത്തും സഭയെ തകർത്തും പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ടോൺ എങ്ങനെയെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്നെന്ന് തോന്നുമ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവഗീത പ്രകാരമുള്ള ചിന്തയല്ല, ഹോളി സ്പിരിറ്റിന്റെ ചിന്തയല്ല, ഈ തോട്ട് എന്റേതല്ല, ഇത് പൈശാചിക ശക്തിയുടെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് ജലസി ഇവരെ നിയന്ത്രിക്കുവാൻ അനുവദിപ്പിക്കരുത് കർത്താവേ. സ്പിരിറ്റ് ഓഫ് ജലസി ഒരു കുടുംബത്തിലും വാഴരുത് കർത്താവേ. സ്പിരിറ്റ് ഓഫ് ജലസി ഒരു വ്യക്തികളിലും വാഴരുത് കർത്താവേ. സ്പിരിറ്റ് ഓഫ് ജലസി ഒരു സഭയ്ക്കകത്തും വാഴരുത് കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസൂയയുടെ ആത്മാക്കൾ അവൻ സ്വത്രം ദൈവസഭ വിട്ടുപോകട്ടെ. അസൂയയുടെ ആത്മാക്കൾ വ്യക്തികളെ വിട്ടു ഓടിപ്പോകട്ടെ. അസൂയയുടെ ആത്മാക്കൾ കുടുംബങ്ങളിൽ നിന്ന് ഓടിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. വചനവിരുദ്ധമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന സകല പൈശാചിക സ്പിരിറ്റുകളും ഇന്ന് പകൽക്കാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. വിട്ടുപോകട്ടെ.